വിശുദ്ധരോടൊപ്പം. മാർച്ച് 17 വിശുദ്ധ പാട്രിക്. അയർലൻഡിൻ്റെ അപ്പോസ്തലനും ആൾമാഗിലെ ആദ്യത്തെ ബിഷപ്പുമായ പാട്രിക് സ്കോട്ട്ലാൻഡിൽ ഒരു കെൽട്ടോ റോമൻ കുടുംബത്തിൽ ജനിച്ചു. ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ്റെ സഹോദരപുത്രി കൊഞ്ചായ ആയിരുന്നു അമ്മ. 16 വയസ്സുള്ളപ്പോൾ കാട്ടുജാതിക്കാർ അവനെ അയർലൻഡിൽ കൊണ്ടുപോയി അടിമയായി വിറ്റു. 6 മാസം അങ്ങനെ അടിമയായി ആടുകളെ നോക്കി അർദ്ധപട്ടിണിയിൽ കഴിഞ്ഞു. തന്നിമിത്തം കൂടുതൽ ദൈവൈക്യത്തിൽ ചെലവഴിക്കാൻ അവന് സാധിച്ചു. അടിമത്തത്തിൽ നിന്ന് മോചിതനായപ്പോൾ സ്വന്തം നാട്ടിലേക്കുള്ള കപ്പൽക്കാർ കപ്പൽ കൂടി കൂടാതെ പാട്രിക്കിനെ കൊണ്ടുപോയി. കപ്പൽ ഇറങ്ങിയതിനു ശേഷം സ്വഭവനത്തിലെത്താൻ 29 ദിവസം വേണ്ടി വന്നു. പാട്രിക്കിൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുകയും മാർഗമധ്യേ പാട്രിക്കിനും കൂട്ടുകാർക്കും മുടങ്ങാതെ ഭക്ഷണം ലഭിക്കുകയും ചെയ്തു. 6 വർഷം കഴിഞ്ഞ് പാട്രിക് ഫ്രാൻസിലും ഇറ്റലിയിലും മറ്റും യാത്ര ചെയ്തു. ഫ്രഞ്ച് തീരത്തുള്ള ലെറൻസിൽ അദ്ദേഹം കുറേ കാലം പഠനം നടത്തി. ഓഗ്ബേർ എന്ന പ്രദേശത്ത് 15 വർഷം ചിലവഴിച്ചു. 45-ാമത്തെ വയസ്സിൽ അദ്ദേഹം മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു. ഒരു സ്വപ്നത്തിൽ ഐറിഷ് ബാലികാ ബാലന്മാർ തൻ്റെ നേർക്ക് കൈനീട്ടിയിരിക്കുന്നതായി അദ്ദേഹം കണ്ടു. അയർലൻഡിൽ മിഷൻ വേല ചെയ്യുവാനുള്ള ഒരു ക്ഷണമായി പാട്രിക് ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു. എരിയുന്ന തീഷ്ണതയോടെ പാട്രിക് അയർലൻഡിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തി അനേകരെ മാനസാന്തരപ്പെടുത്തി. ആവശ്യം പോലെ പുരോഹിതരെ നിയമിച്ചു. കന്യകകളെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഐറിഷ് സഭ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നാമം മാത്ര ക്രിസ്ത്യാനിയായിരുന്ന കൊറോട്ടിക് രാജാവ് പല ക്രൈസ്തവരെയും വധിച്ചു. പലരെയും അടിമകളായി വിറ്റു. 433 ഉയർപ്പ് ഞായറാഴ്ച ഷാംബ്രോക്ക് മരത്തിൻ്റെ ത്രിതല പത്രം ഉപയോഗിച്ച് പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി പ്രസംഗിക്കുകയും രാജസഹോദരൻ കൊണാൽ മാനസാന്തരപ്പെടുകയും ചെയ്തു. വിശുദ്ധ പാട്രിക് അയർലൻഡിൻ്റെ മധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദേശീയ ഉത്സവമാണ്. വിശുദ്ധ പാട്രിക്കിൻ്റെ മധ്യസ്ഥത്താൽ അയർലൻഡിലെ വിശ്വാസം ആദിമ ശതാബ്ദത്തിലെ പോലെ ഇന്നും സജീവമാണ്. ഏത് ഭൗതിക നഷ്ടത്തെക്കാളും ഉപരിയായി വിശ്വാസത്തിൽ നിന്നുള്ള തുച്ഛമായ വ്യതിയാനത്തെ ഭയപ്പെടുവാൻ വേണ്ട അനുഗ്രഹം വാങ്ങിത്തരാൻ വിശുദ്ധ പാട്രിക്കിനോട് അപേക്ഷിക്കുക.